ഗെയ്സ് ഭയങ്കര പെരുന്നാളിന്റെ തലേ ദിവസം നമ്മൾ തിരക്ക് കാണാൻ വന്നിരിക്കുകയാണ് ഗെയ്സ്. പറയണ്ട മക്കളെ, ഭയങ്കര തിരക്കാണ് ടൗണ് മൊത്തം. നമ്മളിപ്പോൾ കണ്ണൂർ കാൾടെക്സിലാണുള്ളത്. ഇപ്പോൾ കാൾടെക്സിൽ ഒരു തിരക്കിനൊക്കെ ഞാൻ കാണിച്ചു തരാം. കൂടെ നമ്മളെ സന്തോഷ് അൽവിനുണ്ട്. അപ്പോൾ കണ്ടോ മക്കളെ, കണ്ടോ നോക്കൂ ഗെയ്സ്, പാട്ടുകാരിയായ നമ്മളെ കണ്ണൂർക്കാരിയായ ചിക്കു. ചിക്കു എങ്ങനെയുണ്ട്? വണ്ടി എടുത്ത് ഫുൾ കറക്കാണോ? അപ്പൊ ഇതിന്റെ ഒരു തിരക്ക് കണ്ട് നിങ്ങള് ഫാമിലിയിലൊക്കെ നമ്മളിപ്പോ പോവാണ്. ഹൈപ്പർ മാർക്കറ്റ്, ഇതാ മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ഭയങ്കര കച്ചവടാണ്. ഇപ്പൊ നമ്മള് എടേ സന്തോഷ, എടുത്തൊക്കെ പോവാൻ പ്ലാന്? നമ്മള് ആദ്യം ഫാമിലിയിൽ പോകുന്നുണ്ട്, കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, പറയാം. അപ്പൊ മൊത്തത്തില് കേറണ്ടെങ്കിൽ കയറിക്കോ. അപ്പൊ ആ തിരക്ക് വൈബൊന്ന് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. നിങ്ങൾ പെരുന്നാളിന്റെ ഒരു തിരക്കണ്ട മൊത്തത്തില്. സന്തോഷം തിരക്കണ്ട. ഇത് നമ്മൾ കാൾടാക്സില്ല, ഇനി ബാക്കിയുള്ള തിരക്ക് അങ്ങ് പോയിട്ട് കാണിച്ചു കൊടുക്കണം. എന്താ നിങ്ങള് ഫാമിലിന്റെ അകത്തുള്ളത് ഫുള്ള് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെല്ലാം നമ്മളെ കുട്ടികളെ സംഭവമാണ് മൊത്തത്തിൽ. പക്ഷെ എന്നാലും നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. ഫുള്ളായി കണ്ട പെരുന്നാളിന്റെ പല ദിവസമായാലും നല്ല തിരക്ക് തന്നെ. സന്തോഷം, ഉണ്ണിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്? എല്ലാം മേടിച്ചാ? ഇപ്പൊ വെറും ടൈപ്പ് പറയലല്ലേ? സംഭവം ഫുള്ള് നോക്കാം. ഇവിടെ മൊത്തം ജെൻസിന്റെ കേട്ടോ. ഇല്ല, ഈ ശേഷം മൊത്തം ജെൻസിന്റെ കേട്ടോ. എന്താ പറയാ, കാൾടെക്സ് മൊത്തം കറങ്ങി. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് പ്ലാസൊക്കെ തിരക്കും കൂടി കാണിച്ചു. ഹലോ ഗൈസ്, ഇത് നമ്മളെ പ്ലാസ കേട്ടോ. പ്ലാസൊക്കെ ഉള്ള ഒരു തിരക്കാണ് പെരുന്നാളിന്റെ തലേന്ന്. അത്ര ഇത് പഴയ ഒരു തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഏകദേശം ടൈമായി, നമ്മളിപ്പോൾ ഏകദേശം ഒരു 9:30 മണിയായി. എന്നാലും അത്യാവശ്യം ഉണ്ട് ആൾക്കാരൊക്കെ. ഇന്നൊരു 2 മണി വരെ ആൾക്കാരുണ്ടാവും. എന്തായാലും ഷോപ്പിൽ നിന്ന് 2 മണിക്ക് അടക്കും. ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്. അപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നട്ടോ. സർപ്രൈസ് വിസിറ്റ് ആണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് പോക്കാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് കാണാൻ. നല്ല സർപ്രൈസ് തന്നെ, സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. എന്നാണ് ഹോസ്പിറ്റലിൽ സർപ്രൈസ് കൊടുക്കുന്നത്? ഇതന്നെയല്ലേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ഞാൻ നിങ്ങളെ എനിക്ക് അരവണ കിട്ടാൻ വേണ്ടി ചേട്ടത്തേക്ക് പറഞ്ഞു. ഇപ്പൊ എടുത്തു നീ എന്താ പറഞ്ഞേ? വന്നിട്ട് പിറ്റേ ദിവസം തന്നെ തരും പറഞ്ഞിട്ട് എടുത്തു. അങ്ങനെയുണ്ട്. എന്ത് പറ്റി കാലിന്? കാലിനൊരു ചെറിയ മുറിവുണ്ടായിട്ട് അതിരുന്ന് പഴുത്ത് എന്റെ അടിയിലേക്ക് കൊണ്ടു നടന്നു. ഒരാഴ്ച ഓട്ടോ ആയിരുന്നു. എല്ലാം റെഡി ആയിട്ട് ലാസ്റ്റ് അത് ഷൂട്ടിങ്ങിന് നോക്കില്ലേ? വലിയൊരു ആക്ടറാണ്. ഇൻസ്റ്റയില് നോക്കിയാൽ മതി. ദിവ്യ ഇതിന്റെ പേര് പറഞ്ഞു, ഇൻസ്റ്റയില് പറഞ്ഞോട്ടെ. ഭയങ്കര ആക്ടറാണ്. അതിൽ പോയാലും ഓരോ വീഡിയോസ് എല്ലാം കാണാം. ഫുള്ള് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആ കണ്ണൂരിൽ മൊത്തം കറങ്ങി വന്നിട്ട് നമ്മൾ മുത്തിന്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ലൊന്ന് മുടിയും താടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ച് സന്തോഷിനാണ് 2 മണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടാ എത്ര 2 മണി. പാവം, എന്നെ അവിടെ നിന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞതല്ലേ. ഇവൻ വിടുന്നേ ഇല്ല. ഇവനാണ് ഈ ഒരു ഷോപ്പിന്റെ വലിയൊരു മുതലാളി. ഒരു ജാടയില്ലാത്തൊരു മുതലാളിയാണ് കേട്ടാ. ഇതാ ഇവിടെ പോലും ഇരിക്കൂല.
ഫുള്ള് നമ്മളത്ര തന്നെ ഇരിക്കുന്ന അറിയാം. അപ്പൊ മൂപ്പറത്തെ മുടി ഇങ്ങനെ മുറിക്കാൻ വരുന്ന നല്ല അടിപൊളി ഹെയർ കട്ട് ചെയ്യുന്ന 2 കിടലം പോലത്തെ പിള്ളേരുണ്ട്, സെറ്റ് ആക്കി തരും കേട്ടോ അല്ലേ? അടുത്ത മാസം ഓഫർ വെക്കുന്നില്ലേ? അപ്പൊ സന്തോഷം. നമുക്ക് എപ്പോ വരണ്ടേ ഇവിടെ? അടുത്ത ദിവസം ഓഫർ വെക്കുമ്പോ. അപ്പൊ നമ്മള് ഓഫറിന്റെ സമയം ഇത് നമ്മള് നമ്മൾ കോഴിക്കോട് ഉണ്ടായതാണ്. നമ്മള് ഇവിടെ മുത്തതിന്റെ പേര് പറഞ്ഞോടത്തെ അപ്പൊ ഫിറോസാന്ന് ഇപ്പൊ ഇന്ന് നമ്മളെ കട്ട് ചെയ്യാൻ പോവാന്ന്. അപ്പൊ ഇന്ന് സെറ്റ് ആക്കാൻ പോവാട്ടോ. അപ്പൊ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എന്താ മക്കളാ ഫുള്ള് സെറ്റാക്കി തരുന്നുണ്ടോ? എന്റെ മുടി കത്തിക്കാനുള്ള പരിപാടിയിലാന്ന് തോന്നുന്നു. പക്ഷെ സംഭവം വേറെ ലെവലായിരിക്കും കേട്ടോ. ഇതിനെക്കൊണ്ട് നമ്മൾ താടി സെറ്റാക്കുന്നുണ്ടെങ്കിൽ ആ കരറ്റ് നല്ല ഷേപ്പോടെ കിട്ടും. എന്റെ ചങ്ങായിമാരേതാ ഫുള്ള് സെറ്റാക്കി തന്നിട്ടുണ്ടേ. അതില്ലേ ഏകദേശം പെരുന്നാളിന്റെ തലേ രാവിലെ ആയി, പൊളിച്ചായി. സമയത്താണെന്നറിയോ 3:30 മണിയായി നമ്മളിത് മൊത്തം ചെയ്ത് തീർക്കാൻ. അപ്പോൾ മൊത്തത്തില് ചങ്ങായി അടിപൊളി ചെയ്തിട്ട് മുത്ത് രക്ഷയില്ല കേട്ടാ. നമ്മളെ ഫിറോസ് ഖാൻ ഒരാക്കിയ അപ്പോൾ സെറ്റാണ് ഫിറോസ് ഖാന്. അപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. സെറ്റാക്കി കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മട്ടന്നൂർ റോഡ് വരുമ്പോൾ ഏച്ചൂർ ടൗണിൽ നിന്ന് നളന്ദ കോളേജ് കഴിഞ്ഞപ്പാടിൻ്റെ ലെഫ്റ്റ് സൈഡ് സംഭവം റൈറ്റ് സൈഡ് വരുവാ. ഓക്കെ റൈറ്റ് സൈഡ്. ആ കണ്ണൂരിൽ വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മളെ ചങ്കിൻ്റെ പീടിയ. എന്താ പേര് പറഞ്ഞാൽ മൊത്തം അടിപൊളി ആക്കി തരും. ഓക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. എൻ്റെ താടിയൊക്കെ വേറെ ലെവലാക്കി തന്നിട്ടുണ്ട് കേട്ടോ മുത്ത്. അപ്പോൾ ഇപ്പോൾ സമയമില്ലായിട്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഫേഷ്യലും കാര്യമൊക്കെ ചെയ്യേണ്ടതാണ്. ഈ മുത്താണ് നമ്മൾ ഹെയർ കട്ടിങ് ചെയ്യണത്. അങ്ങനെ ആദ്യം മുമ്പ് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടായിന്. 12 വർഷം കോഴിക്കോട് നിന്ന് കിടനം പോലെ ആടുന്ന് നമ്മൾ കണ്ണൂരേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കണ്ണൂരിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിടുമില്ല, ഇവിടെ തന്നെ നിർത്തിക്കും. അപ്പോൾ കട്ടക്ക് മലയാളം സംസാരിക്കും കേട്ടോ. ഒരു 2 മലയാളം പറഞ്ഞോട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചോക്കെ. അപ്പൊ മലയാളം കട്ടൊക്കെ സംസാരിക്കും. നിങ്ങൾക്ക് ഹിന്ദി അറിയാമെന്ന് പേടിക്കൊന്നും വേണ്ട. മലയാളത്തിൽ വന്ന് കട്ടൊക്കെ ആയിട്ട് സംസാരിക്കില്ലേ, നിങ്ങൾക്ക് പറയുന്ന ഏക്കട്ട് ചെയ്ത് തരൂലേ, ഉറപ്പാണ് കേട്ടാ. അപ്പൊ പറഞ്ഞ പോലെ ഉണ്ടില്ല നമ്മളെ മുത്തിന്റെ കട ഇതാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ സെറ്റാക്കി തരും ഉണ്ടല്ലേ. അപ്പൊ പറഞ്ഞ പോലെ